എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 30 വരെ ചെയ്യാവുന്നതാണ്. അപ്പോൾ LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത്, അതായത് lbscenter.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ BSc നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് BSc നഴ്സിംഗിൻ്റെ ആ ഒരു BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ LBS സെൻറ്ററിൻ്റെ ഈ ഒരു വെബ്സൈറ്റ്, അത് നഴ്സിംഗിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ഇവിടെ റാങ്ക് ലിസ്റ്റ് 1, അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് 2, അത് റാങ്ക് ലിസ്റ്റ് 1 എന്ന് പറയുന്നത് ഈ ഒരു BA SLP ഒഴികെയുള്ള ബാക്കി എല്ലാവിധ കോഴ്സും ഈ ഒരു റാങ്ക് ലിസ്റ്റ് 1 പ്രകാരമാണ് അഡ്മിഷൻ നടത്തുന്നത്. അതായത് ഇവിടെ NU, ML, PY, CV, OP, PT, DT, OT എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു കോഴ്സുകളൊക്കെ റാങ്ക് ലിസ്റ്റ് വഴിയും, റാങ്ക് ലിസ്റ്റ് 1 വഴിയും, അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് 2 വഴിയാണ് BA SLP. അതുപോലെ തന്നെ ഇവിടെ റാങ്ക് ലിസ്റ്റ് നോൺ കേരളൈറ്റിനായിട്ട് മാനേജ്മെൻറ്റ് കോട്ട BA SLPക്ക് ഉണ്ട്. അതുപോലെ തന്നെ നോൺ കേരളൈറ്റിന് റാങ്ക് ലിസ്റ്റ് മാനേജ്മെൻറ്റ് കോട്ടയിൽ BOT കോഴ്സിൻ്റേതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതിൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റാണോ അറിയേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ സ്റ്റേറ്റ് മെറിറ്റ് എന്നുള്ളതാണ്. സ്റ്റേറ്റ് മെറിറ്റ് എന്ന് വെച്ചാൽ എല്ലാ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന റാങ്ക് ലിസ്റ്റാണ്. അത് ഒരു കോളേജിൽ 50 സീറ്റ് ഉണ്ടെങ്കിൽ, 50 അല്ല 100 സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ 50 സീറ്റ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റ് വഴിയും ബാക്കിയുള്ള 50 സീറ്റ് വിവിധ EWS, CEVA, അതുപോലെ മുസ്ലിം, അതർ ബാക്ക്വേർഡ് ഹിന്ദു, അതുപോലെ തന്നെ ലാറ്റിൻ കത്തലിക്, അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻ, അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, അതുപോലെ തന്നെ കുറേ വിഭാഗമുണ്ട്. അപ്പോൾ ഈ ഒരു ത്തിലേക്ക് ഒരു നിശ്ചിത റിസർവേഷനുകൾ ഉണ്ട്. അപ്പോൾ ആ ഒരു റിസർവേഷൻ എത്രത്തോളമാണ് അതിനനുസരിച്ചിട്ടാണ് ആ ഒരു ബാക്കിയുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യപ്പെടുക. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം സ്റ്റേറ്റ് മെറിറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് എല്ലാ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന റാങ്കാണ്, അത് SM റാങ്ക് ലിസ്റ്റാണ് ഇത്, സ്റ്റേറ്റ് മെറിറ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഷോയിൽ ക്ലിക്ക് ചെയ്യുക. ഷോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ റാങ്ക് 1 ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, റാങ്ക് ലിസ്റ്റ് 1 ആണ്. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥികളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ്, അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി, അത് മറ്റ് സബ്ജക്റ്റുകൾ, അതുപോലെ തന്നെ ടോട്ടൽ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും ടോട്ടൽ പെർസെൻറ്റേജ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണ്, ആപ്ലിക്കേഷൻ നമ്പർ എത്രയാണ് എന്നിവ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ റാങ്ക് ലിസ്റ്റ്, അതായത് മുഴുവനായിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര വിദ്യാർത്ഥികൾ ഈ ഒരു ലിസ്റ്റിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ടോട്ടലായിട്ട് ഉള്ളത്, അതായത് കുറേ വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ പല വിദ്യാർത്ഥിയും ചോദിച്ചതാണ് 1000 വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ ഒരു ലിസ്റ്റിലുള്ളത് എന്നുള്ളത്. 1000 വിദ്യാർത്ഥികൾ മാത്രമല്ല, ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാനായിട്ട് സാധിക്കും. അതായത് 2, 3, 4, 5, 6, അതുപോലെ 10 വരെയൊക്കെ, ഈ 10ൽ കൂടുതൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ ഒരു 3 ഡോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ചിലപ്പോൾ 10ൽ കൂടുതൽ അതായത് 10ൽ കൂടുതലല്ല, ഏകദേശം ഒരു 10,000-ഓളം വിദ്യാർത്ഥികൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്, അതായത് ഓരോ ഇതും 1000 വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് എത്ര വിദ്യാർത്ഥികളുണ്ടെന്ന് ചോദിച്ചാൽ 10,000 വിദ്യാർത്ഥികൾ ആണ് ഉള്ളത്. അപ്പോൾ 1000 അല്ല, 10,000 വിദ്യാർത്ഥികളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ടോട്ടലായിട്ട് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ 10,000 വിദ്യാർത്ഥികളാണുള്ളത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ചോദിച്ചതായിരുന്നു 1000 വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ ലിസ്റ്റിലുള്ളത് എന്നുള്ളത്. 1000 അല്ല, 10,000 വിദ്യാർത്ഥികൾ ഈ ഒരു ലിസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ 10,000 അല്ല എന്ന് തോന്നുന്നു, അതായത് 10,000 അല്ല, കുറേ വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഈ ഒരു ലിസ്റ്റിൽ 10,000 അല്ല, കുറേ വിദ്യാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതായത് ഇവിടെ നോക്കുന്ന സമയത്ത്, അതായത് ഇനിയും ലിസ്റ്റ് ഉണ്ട്. ഒരു 15,000-ഓളം വിദ്യാർത്ഥികൾ ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ കുറേ ഡോട്ട് കൊടുത്തിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ, അതായത് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഏകദേശം ഒരു 10-20,000 വിദ്യാർത്ഥികൾ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. കാരണം ഈ ഒരു ലിസ്റ്റ് കുറച്ച് വലിപ്പം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമാണ്, ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റേറ്റ് മെറിറ്റിൻ്റേത് മാത്രമാണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കാറ്റഗറിയുടെ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉൾപ്പെടുന്ന കാറ്റഗറി ഏതാണ് അതും നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സ്റ്റേറ്റ് മെറിറ്റിൻ്റേത് കൂടി നോക്കുക. അതുപോലെ തന്നെ BA SLP കോഴ്സിൻ്റേത് റാങ്ക് ലിസ്റ്റ് 2 ആണ്. അപ്പോൾ അതുകൂടി നിങ്ങൾ നോക്കുക. ഞാനിപ്പോൾ ഒരു EWS വിഭാഗത്തിൻ്റെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിസ്റ്റും ഏകദേശം കുറേ വിദ്യാർത്ഥികളുണ്ട്. അതായത് ഏകദേശം 6000 വിദ്യാർത്ഥികൾ ഈ ഒരു ലിസ്റ്റിൽ തന്നെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓരോ വിഭാഗത്തിൻ്റെ നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ റാങ്ക് ലിസ്റ്റ് 2 BA SLP കോഴ്സിൻ്റേതുണ്ട്. അതിനാൽ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റേറ്റ് മെറിറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഷോയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഷോ കാണാനായിട്ട് ജസ്റ്റ്
അതായത് ഷോ എന്ന ബട്ടൺ കാണാനായിട്ട് കുറച്ച് ഇങ്ങോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അതിനുശേഷം ഇവിടെ കൃത്യമായിട്ട് അതായത് ഏത് കാറ്റഗറിയുടേതാണോ അത് സ്റ്റേറ്റ് മെറിറ്റിൻ്റെതാണ് ഞാനിപ്പോൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റും ഏകദേശം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ലിസ്റ്റും ഏകദേശം ഒരു 10-30,000 വിദ്യാർത്ഥികൾ ഉണ്ടാവാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ലിസ്റ്റ് മുഴുവനായിട്ട് നോക്കുന്നില്ല. ഒരു 15,000-30,000 ആ ഒരു റേഞ്ചിൽ ഇതിൽ ആപ്ലിക്കേഷൻ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ആരൊക്കെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്പെഷ്യൽ റിസർവേഷൻ്റെ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്പെഷ്യൽ റിസർവേഷൻ റാങ്ക് ലിസ്റ്റ് ഇവിടെ ഡൗൺലോഡ്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ ഡീറ്റെയിൽസ് ആണ് അതിലുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റ് അല്ല സ്പെഷ്യൽ റിസർവേഷൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ആ ഒരു ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ സൈസ് ഏകദേശം കുറച്ച് കൂടുതൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ലഭിക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതായത് അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം റാങ്ക് ലിസ്റ്റ് ഫോർ സ്പെഷ്യൽ റിസർവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതായത് ഡിപ്പെൻഡൻസ് ഓഫ് ഡിഫൻസ് പേഴ്സണൽ കിൽഡ് ഓർ മിസ്സിംഗ് ഓർ ഡിസേബിൾഡ് ഇൻ ആക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ആ ഒരു വിഭാഗത്തിലെ റാങ്ക് ലിസ്റ്റിൽ എത്ര വിദ്യാർത്ഥികളാണുള്ളത്, അതുപോലെ തന്നെ ഡിഫൻസ് പേഴ്സണൽ ഡൈഡ് ഇൻ ഹാർനസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ലിസ്റ്റിൽ അതായത് ആ റിസർവേഷൻ ആർക്കൊക്കെയാണുള്ളത്. അതുപോലെ തന്നെ വാർഡ് ഓഫ് പാരാമിലിറ്ററി പേഴ്സണൽ അത് ആ ഒരു ലിസ്റ്റിൽ ആർക്കൊക്കെയാണുള്ളത്. അതുപോലെ സൺ ഓർ ഡോക്ടർ ഓഫ് പാരാമിലിറ്ററി പേഴ്സണൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വിവിധ റിസർവേഷൻസിൻ്റെ സ്പെഷ്യൽ റിസർവേഷൻസിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സേവിങ് ഡിഫൻസ് പേഴ്സണൽ കോട്ട എന്ന് പറഞ്ഞുള്ള ആ ഒരു കോട്ടയുണ്ട്. അതുപോലെ തന്നെ എക്സ് സർവീസ് കോട്ടയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇനി വേറെ ഏതെങ്കിലും റിസർവേഷൻസ് ഉണ്ടാകും. അതായത് ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കുക. അതായത് നിങ്ങൾക്ക് സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു നിങ്ങളുടെ പേര് ഇതിൽ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇനി നമുക്ക് അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം പറയാം. അപ്പോൾ വിദ്യാർത്ഥികൾ പലരും ചോദിച്ചൊരു കാര്യമാണ്, നിലവിൽ ഞാൻ പാരാമെഡിക്കൽ കോഴ്സാണ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഞാൻ ഓപ്ഷൻ കൊടുക്കണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിലവിൽ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് കോളേജ് ലിസ്റ്റസ് ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതായത് കോളേജിൻ്റെ ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റാണ് നിലവിൽ, അതായത് അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മറ്റ് കോഴ്സുകളുടേത് നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിലവിൽ വന്നിട്ടുള്ള കോളേജുകൾ ഏതൊക്കെയാണോ അപ്പോൾ ആ ഒരു കോളേജ് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം. അതായത് നഴ്സിംഗ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു, ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരത്ത് 9 സീറ്റ് ഇൻ മെയിൻ, അതുപോലെ തന്നെ 100 സീറ്റ് ഇൻ അനക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് എന്താണ് എന്നുള്ളത്. അപ്പോൾ അനക്സിൽ ഓപ്ഷൻ കൊടുക്കാൻ പറ്റുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. അതായത് സാധാരണ ഓപ്ഷൻ കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സാധാരണ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ എങ്ങനെയാണ് അത് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം അറിയില്ല. സാധാരണ അതിൽ ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം എന്നാണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ അനക്സ് അതുപോലെ തന്നെ മെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഓപ്ഷൻ കൊടുക്കാനുള്ള പേജിൽ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് ഓപ്ഷൻ ഉണ്ട് എങ്കിൽ, അതായത് മുൻ വർഷങ്ങളൊന്നും ആ ഒരു രീതിയിൽ കൊടുത്തിട്ടില്ല. സാധാരണ ഒരു ഓപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതായത് ഒരു ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം 9 സീറ്റ് ഇൻ മെയിൻ, അതുപോലെ തന്നെ 100 സീറ്റ് ഇൻ അനക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അനക്സ് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ ബ്ലോക്സ് ആണ്. അതായത് ഒരിന്ന ആ ഒരു ഭാഗത്ത് മെയിൻ എന്ന് പറയുന്നു, അതുപോലെ തന്നെ കെട്ടിടത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് അനക്സ് എന്ന രീതിയിൽ പറയുന്നത്. അതായത് കെട്ടിടത്തിൻ്റെ പേരാണ് അനക്സ്, അതുപോലെ തന്നെ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ ഒരു മെയിൻ വിഭാഗത്തിൽ കെട്ടിടത്തിൽ ഏകദേശം 9 സീറ്റാണുള്ളത്. അതുപോലെ തന്നെ ഒരു പുതുതായിട്ട് പണിത കെട്ടിടമായിരിക്കും ചിലപ്പോൾ അനക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 100 സീറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് രീതിയിൽ ഓപ്ഷൻ കൊടുക്കാൻ സാധാരണ ഇതിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ ഉണ്ടാവാറില്ല. അപ്പോൾ സാധാരണ ആ ഒരു തിരുവനന്തപുരം നഴ്സിംഗ്, അതായത് മെഡിക്കൽ കോളേജിലെ ആ ഒരു നഴ്സിംഗ് വിഭാഗത്തിൻ്റെ ആ ഒരു, അതായത് ഈ ഒരു രീതിയിൽ, അതായത് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം എന്ന് മാത്രമേ ഓപ്ഷൻ കൊടുക്കാനുള്ള പേജിൽ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ രണ്ട് വിഭാഗമായിട്ട് 2 ഓപ്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് 2 വിഭാഗത്തിലേക്കും ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച ആ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. അതായത് ഈ ഒരു
പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾ മാത്രം ഓപ്ഷൻ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നഴ്സിംഗിന് ഓപ്ഷൻ കൊടുക്കണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രമാത്രമാണ്. പല വിദ്യാർത്ഥികളും BSc നഴ്സിംഗ് കോഴ്സിലേക്ക്, അതായത് ഈ ഒരു പാരാമെഡിക്കൽ കോഴ്സുകൾ വരുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് നഴ്സിംഗിന് എനിക്ക് ഇനി ഓപ്ഷൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കിപ്പോൾ നഴ്സിംഗ് കോഴ്സിലേക്ക് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾ ഈ ഒരു നഴ്സിംഗിന് കൂടി ഓപ്ഷൻ ഇപ്പോൾ കൊടുക്കുക. കാരണം ഇപ്പോൾ വന്നിട്ടുള്ള ഇത്രയും കോളേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു ലിസ്റ്റിൽ ഏകദേശം ഒരു 100 കോളേജസ് ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. 100 ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു 100 കോളേജസ് അല്ലെങ്കിൽ ഒരു 100ൽ കുറവ് കോളേജസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കോളേജസിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇപ്പോൾ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. അതായത് ആ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ മാത്രമാണ്, അതായത് നിങ്ങൾ കൊടുത്ത ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് അതുപോലെ എഡിറ്റിംഗ് സൗകര്യമാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്രമാത്രമാണ്. പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷം ഈ ഒരു നഴ്സിംഗ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നഴ്സിംഗ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് 23,170 രൂപ മാത്രമാണ് ഫീസ് വരിക. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 1,10,000 രൂപയാണ് ഒരു വർഷം ഫീസ് വരിക. അതുപോലെ തന്നെ SC ST അതുപോലെ തന്നെ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ആണ്, അത് ഫീ കൺസെഷനുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജ്, അത് ഗവൺമെൻറ്റിന് കീഴിലുള്ള ഈ CPAS അതുപോലെ തന്നെ ഈ ഒരു CAP അതുപോലെ തന്നെ CPAS കൂടാതെ പിന്നെ വേറെ കോളേജ് ഉണ്ട്, അതായത് CPAS അതുപോലെ തന്നെ CMET. അപ്പോൾ ഈ ഒരു CMET എന്നിങ്ങനെയുള്ള കോളേജിൽ SC ST അതുപോലെ തന്നെ OEC അതുപോലെ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് 1000 രൂപ മാത്രമാണ് ഫീസ് വരിക. എന്നാൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജ്, അതായത് വേറെ പ്രൈവറ്റ് കോളേജസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോളേജുകളിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ടോക്കൺ ഫീസായിട്ട് 1000 രൂപ മാത്രമേ വരൂ. എന്നാൽ അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ ആ ഒരു ബാക്കിയുള്ള ഫീസ്, അതായത് സാധാരണ എല്ലാവർക്കുമുള്ള ഫീസ് പോലെ തന്നെ ഫീസ് അടക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ മുഴുവൻ ഫീസും അടക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്രമാത്രമാണ്. നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകൾ മുൻഗണനാ ക്രമത്തിൽ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നഴ്സിംഗ് അഡ്മിഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓപ്ഷൻ കൊടുക്കുക. പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷമൊന്നും ഓപ്ഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ചതാണ് INC അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജ്. INC ഇപ്പോൾ പത്തനംതിട്ട ഗവൺമെൻറ് കോളേജിന് INC അപ്രൂവ്ഡ് കിട്ടിയിട്ടില്ല. കാരണം അതായത് ഒരു INC അപ്രൂവ്ഡ് കിട്ടണമെങ്കിൽ ഏകദേശം ഒരു 4 ഏക്കറിൽ കോളേജ് ക്യാമ്പസ് ഉണ്ടായിരിക്കണം എന്നാണ് നിലവിൽ. അവിടെ അത് ഒരു ബിൽഡിങ്ങിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും സൗകര്യങ്ങൾ നിലവിൽ ഇല്ല എന്നാണ്, അതായത് ഈ ഒരു INCയുടെ ആ ഒരു അപ്രൂവൽ കിട്ടാനുള്ള അത്ര സൗകര്യമായിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ അപ്രൂവൽ കിട്ടിയിട്ടില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ജൂലൈ 30 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് വേണ്ട ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.